കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. നല്ല വലിയ സവാളയാണെങ്കിൽ 2 മതി കേട്ടോ. പിന്നെ ഒരു 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി എടുക്കുക. ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, ഒരു 8 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ 2-3 തണ്ട് കറിവേപ്പിലയും പിന്നെ കുറച്ച് മല്ലിയിലും. ഇതെല്ലാം നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. സവാള നല്ല ചെറുതായിട്ട് മുറിച്ചെടുക്കുക. അതുപോലെ തക്കാളി പേസ്റ്റ് ആക്കണമെങ്കിൽ പേസ്റ്റ് ആക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് മുറിക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്നില്ലെങ്കിൽ നല്ല ചെറുതായിട്ട് മുറിച്ചെടുക്കുക, അല്ലെങ്കിൽ പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഞാനൊരു പാൻ ചൂടായ സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഞാനൊരു 5 മുട്ടയാണ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കൊത്തിപ്പൊരിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്നോട്ടെ. ഇപ്പോൾ കണ്ടോ, സ്ക്രാമ്പിൾഡ് എഗ്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രാമ്പിൾഡ് എഗ്സ് തയ്യാറാക്കുന്ന സമയത്ത് ബട്ടർ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ബട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് മാറും. അപ്പോൾ ഇതേ നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ്സ് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഈ സെയിം കടായിലേക്ക് തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു കഷ്ണം കറുകപ്പട്ട ഇട്ട് കൊടുക്കാം, ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു ഏലക്കായ, ഒരു ഗ്രാമ്പൂ, പിന്നെ ഒരു ബേ ലീഫ്. ഇതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഈ ഒരു എണ്ണയിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വന്നോട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതാണ് കേട്ടത്, അത് ചേർത്ത് കൊടുക്കുക. നല്ല ചെറുതായിട്ട് ഞാൻ ചോപ്പറിലിട്ടിട്ട് മുറിച്ചെടുത്തിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ചതച്ചെടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല, പേസ്റ്റോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരണ വരെ നമുക്കിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് മുരിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഒരു സവാള ഉണ്ടല്ലോ, 4 സവാള മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഈ ഒരു സമയത്തിന് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഈ ഒരു സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ കണ്ടോ, സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇതിലിപ്പോൾ 2 പച്ചമുളകൊക്കെ ചേർത്ത് കാരണം അത്യാവശ്യം എരിവുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, മല്ലിപ്പൊടി 2 ടീസ്പൂൺ. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പൊടികളുടെ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇത് മതി. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് തക്കാളിയാണ് കേട്ടോ. തക്കാളി ഒന്നില്ലെങ്കിൽ നല്ല ചെറുതായിട്ട് മുറിച്ചെടുക്കുക, അല്ലെങ്കിൽ അരച്ചെടുത്താലും കുഴപ്പമില്ല. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ല തിളച്ച വെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിക്കുന്നത്. നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്ക്രാമ്പിൾ ചെയ്ത് എടുത്തത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഒരു കുറച്ച് ഗ്രേവിയോട് കൂടി ഒരു കറി തന്നെയാണിത്. നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി തീ കുറച്ച് വെച്ച് നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സ്ക്രാമ്പിൾ ചെയ്ത മുട്ടയിൽ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരട്ടെ.
ഇനി അത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം കണ്ടോ, ആവശ്യത്തിന് ഗ്രേവി കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. വെള്ളം ശരിക്കും പറഞ്ഞാൽ കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കണം കേട്ടോ, കാരണം ഈ ഒരു സ്ക്രാമ്പിൾഡ് എഗ്സ് ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് വലിച്ചെടുക്കുമല്ലോ. ഇനി അവസാനം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില മുറിച്ചിട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഗ്രേവിയുടെ ഒരു അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇവ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബുർജി മസാല അല്ലെങ്കിൽ എഗ് ബുർജി ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ.